നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വംശജയായ സുവെല്ലെ ബ്രേവർമാൻ ഹോം സെക്രട്ടറി ആയതോടെ UK-യിൽ നിന്ന് ഇന്ത്യക്കാരെ അകറ്റുന്നു. ബോറിസ് ജോൺസൺ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് UK സ്റ്റുഡന്റ് വിസ വളരെ എളുപ്പത്തിൽ ലഭിച്ചിരുന്നു. ഇതനുസരിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 2 വർഷം കൂടി UK-യിൽ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയും. PhD കഴിഞ്ഞവർക്കാണെങ്കിൽ 3 വർഷം വരെ തുടരാൻ കഴിയുമായിരുന്നു. ഇതനുസരിച്ച് UK-യിൽ ജോലി കണ്ടെത്തുന്നതിന് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് സഹായകവുമായിരുന്നു. എന്നാൽ ഹോം സെക്രട്ടറി സുവെല്ല ബ്രേവർമാൻ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. നേരത്തെ ഫോറിൻ ട്രേഡ് സെക്രട്ടറി എന്ന നിലയിൽ ലിസ് ട്രസ്റ്റ് ഇന്ത്യക്കാർക്ക് വിസ ചട്ടങ്ങളിൽ ചില ഇളവുകൾ നൽകിയിരുന്നു. എന്നാൽ വ്യാപാര കരാറിന്റെ ഭാഗമായി വിസ നയം നടപ്പാക്കേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഹോം സെക്രട്ടറിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കുള്ള പ്രത്യേക ഇളവുകൾ എടുത്തു കളയാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. UK-യിൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് ആശ്രിതരെ കൊണ്ടുവരാൻ ആവില്ല എന്ന നിയമവും ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശ്രിത വിസയിൽ UK-യിൽ എത്തുന്നവർക്ക് ഇവിടെ ഇവരുടെ ചെലവുകൾ കണ്ടെത്തുന്നതിനായി തൊഴിൽ ചെയ്യാനുള്ള അനുവാദമുണ്ടായിരുന്നു. പ്രത്യേക തൊഴിൽ നൈപുണ്യം ആവശ്യമില്ലാത്ത മേഖലകളിൽ ഇത്തരത്തിൽ ആശ്രിതരായി എത്തുന്നവർ തൊഴിൽ ചെയ്യുന്നതിനാൽ തദ്ദേശീയർക്ക് അവസരങ്ങൾ കുറയുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആശ്രിതരെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പഠനശേഷം UK-യിൽ തുടരാൻ അർഹതയുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം നിയന്ത്രിക്കുക എന്നതും സുവെല്ല ബ്രേവർമാന്റെ ലക്ഷ്യമാണ്. നിലവിൽ UK-യിലെ പ്രത്യേക നൈപുണ്യങ്ങൾ ആവശ്യമില്ലാത്ത മേഖലകളിൽ 2,39,000 വിദേശ തൊഴിലാളികൾ വന്നെത്തുന്നു എന്നാണ് കണക്ക്. ഇത് 10,000ങ്ങളിലേക്ക് താഴ്ത്തുക എന്നതാണ് ഉദ്ദേശമെന്ന് അവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പഠനാനന്തരം UK-യിൽ തങ്ങാൻ അർഹതയുള്ളവരുടെ എണ്ണത്തിലും കുറവ് വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. വലിയ തോതിൽ ആവശ്യകതയിലുള്ള നഴ്സിംഗ്, എഞ്ചിനീയറിംഗ്, ചില ശാസ്ത്ര വിഷയങ്ങൾ എന്നിവ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും പഠനശേഷം UK-യിൽ തുടരാനുള്ള അർഹത ഇനി മുതൽ ലഭിക്കുക. ഈ നയം ഇതുവരെയും പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല, മറിച്ച് ഇത്തരത്തിൽ ആലോചനകൾ നടക്കുകയാണ്. അതോടെ MBA ഉൾപ്പെടെയുള്ള ഡിഗ്രികൾ എടുത്ത് ഇവിടെ തുടരാൻ പദ്ധതിയിട്ട് വരുന്ന വിദ്യാർത്ഥികൾക്ക് നിരാശയാകും ഫലം. 2012 അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന തെരേസ മേ നിർത്തലാക്കിയ ഗ്രാജുവേറ്റ് വിസ കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു വീണ്ടും കൊണ്ടുവന്നത്. ഇത് പുനരാവിഷ്കരിച്ചതിനു ശേഷം 66,211 വിദ്യാർത്ഥികൾക്കാണ് UK-യിൽ തുടരാനുള്ള അനുമതി ലഭിച്ചത്. ഇതിനായി മൊത്തം ലഭിച്ച അപേക്ഷകൾ 66,787 എണ്ണമായിരുന്നു. ഇതിൽ പകുതിയോളം പേർ ഇന്ത്യക്കാരാണ്. 28,331 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് പഠനശേഷം UK-യിൽ തുടരാനുള്ള അനുമതി ലഭിച്ചത്. 7,771 നൈജീരിയൻ വിദ്യാർത്ഥികൾക്കും 6,559 ചൈനീസ് വിദ്യാർത്ഥികൾക്കും ഇവിടെ തുടരാനുള്ള അനുമതി ലഭിച്ചു. ഈ വർഷം UK-യിൽ എത്തിയ വിദേശ വിദ്യാർത്ഥികളിൽ ഇന്ത്യക്കാരാണ് എണ്ണത്തിൽ ഒന്നാമത്. കഴിഞ്ഞ വർഷം മൊത്തം 4,86,000 സ്റ്റുഡന്റ് വിസകളായിരുന്നു നൽകിയിരുന്നത്. UK-യിലെ 150-ലധികം വരുന്ന യൂണിവേഴ്സിറ്റികളിലെ പ്രതിനിധീകരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് UK, ഗിൽഡ് HE, മില്യൺ പ്ലസ് യൂണിവേഴ്സിറ്റി അലയൻസ് എന്നീ സംഘടനകളുടെ ചീഫ് എക്സിക്യൂട്ടീവുമാർ ഈ നയത്തിനെതിരെ പ്രതിഷേധിച്ച് സുവെല്ല ബ്രേവർമാന് തുറന്ന കത്തയച്ചിട്ടുണ്ട്. അതേസമയം നോർക്ക റൂട്ട്സും UK-യിലെ സർക്കാർ ഏജൻസികളുമായി ഒപ്പുവെച്ച ധാരണാപത്രം സംസ്ഥാനത്തെ നഴ്സിംഗ് മേഖലയുള്ളവർക്കും വലിയ തൊഴിൽ സാധ്യത തുറക്കുമെന്ന് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ അറിയിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. UK-യിൽ NHS നാഷണൽ ഹെൽത്ത് സർവീസ് സേവനങ്ങൾ നൽകുന്ന 42 ഇന്റഗ്രേറ്റഡ് കെയർ പാർട്ട്ണർഷിപ്പുകളിൽ ഒന്നായ ഹംബർ ആൻഡ് നോർത്ത് യോർഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്ണർഷിപ്പ്, നോർത്ത് ഈസ്റ്റ് ലിങ്കൺഷെയറിലെ ഹെൽത്ത് സർവീസിന്റെ മാനസിക ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന നാവിഗോ എന്നിവരുമായാണ് നോർക്ക റൂട്ട്സ് ധാരണാപത്രം ഒപ്പുവെച്ചത്. ലോക കേരള സഭയുടെ യൂറോപ്പ് UK മേഖലാ സമ്മേളനം ഒക്ടോബർ 9 ലണ്ടനിൽ ചേരുന്ന സമയത്തിന് മുൻപ് തന്നെ ആ വേദിയിൽ വെച്ച് ഇത്തരമൊരു നിർദ്ദേശം കൈമാറാൻ നിശ്ചയിച്ചിരുന്നു. കരാറിന്റെ പുരോഗതിക്കനുസരിച്ച് UK-യിലെ മറ്റ് 41 കെയർ പാർട്ട്ണർഷിപ്പുകൾ വഴിയും റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതയും ഇതുവഴി ഭാവിയിൽ നോർക്ക റൂട്ട്സിന് ലഭിച്ചേക്കും എന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, നഴ്സിംഗ് ഇതര റിക്രൂട്ട്മെന്റ് സാധ്യതകൾക്കും ആരോഗ്യരംഗത്തുള്ള പരസ്പര സഹകരണത്തിനും കരാർ വഴിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 2030 6 ലക്ഷം അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റ് ചെയ്യുക എന്ന ലക്ഷ്യം ഒരു ദശാബ്ദത്തിന് മുൻപ് UK എടുത്തിരുന്നതാണ്. 2030 രാജ്യത്തിന്റെ വിദ്യാഭ്യാസ കയറ്റുമതി പ്രതിവർഷം 35 ബില്യൺ പൗണ്ടായി ഉയർത്തുമെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു. UK സ്റ്റുഡന്റ് വിസയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ.
UK-യിൽ പഠിക്കാനും പിന്നീട് രാജ്യത്ത് ജോലി ചെയ്യാനും വിസ അനുവദിക്കുന്ന ഉയർന്ന വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാരുടെ ചാർട്ടുകളിൽ ഇന്ത്യക്കാർ സ്ഥിരമായി ഒന്നാമതെത്തിയിട്ടുണ്ട്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ലണ്ടൻ ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം എന്നിവ പോലെയുള്ള മികച്ച യൂണിവേഴ്സിറ്റികളിൽ മികച്ച ചോയ്സുകൾ ഉണ്ട്. UK-യിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ രാജ്യത്തെ ഏറ്റവും അധികം പേർ പഠിക്കുന്ന ലണ്ടനിലെ ബിസിനസ് സ്കൂളുകളിലാണ്. 1,18,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് 2022 ജൂണിൽ അവസാനിക്കുന്ന UK സ്റ്റുഡന്റ് വിസ ലഭിച്ചു. മുൻ വർഷത്തേക്കാൾ 89% വർധനയാണ് ഇത്. സമീപകാല പഠനമനുസരിച്ച് 2020-21 അധ്യയന വർഷത്തിൽ UK സർവകലാശാലകൾക്ക് ലഭിച്ച വരുമാനത്തിന്റെ 17%വും UK-യിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ശേഖരിക്കുന്ന ട്യൂഷൻ ഫീസാണ്. UK സ്റ്റുഡന്റ് വിസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് USA-ക്ക് ശേഷം രണ്ടാമത്തെ പ്രിയപ്പെട്ട രാജ്യവും UK-യാണ്. പഠന സമയത്തിന് ശേഷം ബാക്കിയുള്ള സമയം ജോലികൾ ചെയ്ത് അവരുടെ ദൈനംദിന ചെലവുകൾക്ക് പണം സമ്പാദിക്കാം എന്നതും വിദ്യാർത്ഥികൾക്ക് വളരെ സഹായകമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള UK നയമനുസരിച്ച് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സുരക്ഷിതവും വിഭവസമൃദ്ധവുമായ കുടിയേറ്റം നടത്തുന്നത് രാജ്യത്തിന് ബുദ്ധിമുട്ടായേക്കാം എന്നാണ് UK-യുടെ നിലപാട്. UK-യിൽ പഠിക്കാനുള്ള നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം.